ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി ചോറും വെച്ചു വന്നിട്ട് കുളിച്ച് റെഡിയായി. വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാനും മോനും കൂടി മുനമ്പത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്റ്റോപ്പിൽ നിന്നും ഒരു 2 സ്റ്റോപ്പിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഈ അമ്പലം. ബസ്സിനാണ് ഞങ്ങൾ പോയത്. ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് കേട്ടോ അമ്പലം. ഞങ്ങൾ കയറി ചെന്നപ്പോഴേക്കും ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നടക്കിയ തന്നെ കൃഷ്ണൻ മഞ്ചാടിക്കുരു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി പ്രദക്ഷിണം വെച്ച് വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ താമരക്കുളം ഉണ്ട്. ഇത് നവഗ്രഹ പ്രതിഷ്ഠ ആണ് കേട്ടോ. എല്ലായിടത്തും നിന്ന് നല്ലപോലെ തൊഴുതു. തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നടക്കിലിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നേരെ ബസ്സിൽ കയറി ഞങ്ങൾ സ്റ്റോപ്പിൽ വന്നിറങ്ങി. മാണി ബസാറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ മോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നേരെ ഒരു ബേക്കറി കയറി കേട്ടോ. അവിടെ ചെന്നപ്പോൾ അടയുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഗോതമ്പിൻ്റെ അടയായിരുന്നു. അപ്പോൾ കൊഴുക്കട്ട വാങ്ങിച്ചു. പിന്നെ ഓരോ ഐസ്ക്രീമും വാങ്ങിച്ചിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ മോളുടെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ പീലിമോള് കുളിച്ച് റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചന്ദനമൊക്കെ തൊടിയിച്ചു കൊടുത്തു. പിന്നെ കുറച്ചു നേരം അവളുടെ കൂടെ ഇരുന്നു. കുറച്ചു നേരം അവളുടെ കൂടെ ഇരുന്നതിന് ശേഷം വീട്ടിലേക്ക് പോന്നു. പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ കണക്ഷൻ മാറ്റാനായിട്ട് പറയാട് വരെ പോകാണ്ടായിരുന്നു. പറവൂര് പറയാട് അവിടെ പോയി ഗ്യാസിൻ്റെ കണക്ഷൻ എല്ലാം ശരിയാക്കിയിട്ട് തിരിച്ചു പോരുന്ന വഴി ഉച്ചത്തേക്കുള്ള കറിക്ക് വേളൂരി വാങ്ങിച്ചു. പിന്നെ നങ്കും വാങ്ങിച്ചിട്ടോ. അതൊക്കെ റെഡിയാക്കി വേളൂരി ഒരു 1/4 ഭാഗം എടുത്തിട്ട് വേഗം കറി ഉണ്ടാക്കിയിട്ടോ. തേങ്ങ അരച്ചാണ് വെച്ചത്. ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വെക്കാനുള്ള മീൻ വെട്ടിയെടുത്തിട്ട് തേങ്ങയൊക്കെ അരച്ചു വേഗം കറി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കുകയല്ല ചെയ്ത്, ഞാൻ കത്തിയും കൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് പൂളി എടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. പിന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അരപ്പ് റെഡിയാക്കി ആവശ്യത്തിന് ഉപ്പും കുടംപുളിയാണ് കേട്ടോ ചേർത്തത്. പിന്നെ ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണയൊക്കെ ഇട്ടതിന് ശേഷം കറി അടുപ്പത്ത് വെച്ചു.
കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മീൻ വെട്ടാൻ പോയി. മീൻ വെട്ടി വന്നപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വറുക്കാനുള്ള മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചു. അപ്പോൾ മോൾക്ക് ഇങ്ങോട്ട് പോരണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഊണ് കഴിച്ചതിന് ശേഷം അവളുടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വറുക്കാനുള്ള മീൻ പിന്നെ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഊണ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ കോഴിക്കട്ടയും പിന്നെ കുറച്ച് പകുതി അടയും കഴിച്ചതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലെ കഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഊണ് കഴിച്ചതിന് ശേഷം ഞാൻ മോളുടെ വീട്ടിൽ പോയിട്ട് മോളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അപ്പോൾ അത് എൻ്റെ ഗ്യാസിൻ്റെ ബർണർ കംപ്ലൈൻ്റ് ആയിരിക്കുമെന്ന്, അപ്പോൾ അതൊക്കെ ശരിയാക്കി. മീൻ വറുത്തു. മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് ചോറ് എടുത്തു കൊടുത്തു. പിന്നെ കുറേ നേരം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. 2-3 ദിവസം കേട്ടോ കുഞ്ഞുങ്ങളെ അടുത്ത് കെട്ടിയിട്ട് ഞാൻ വീട് നോക്കാനും പിന്നെ വീട് മാറൽ അങ്ങനെയൊക്കെ കുറേ തിരക്കായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് റേഷൻ കടയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പപ്പടവട വാങ്ങിക്കൊണ്ടുവന്നു. പപ്പടവടയും കട്ടൻ ചായയും കഴിച്ചു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും അഖിൽ വന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും മോളും പില്ലിമോളും അഖിലും തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.